വട്ടാറ്റുള്ളൊരു വസ്തുവിൽ വിലസിടും സംഭൂത സർവാത്മികേ, ത്വിട്ടാർന്നുള്ളൊരു നിന്റെ പൂർവനിലയെ വാഴ്ത്തുന്നു ഹാ വിഷ്ണുവും. കൽപ്പാന്ത്യോദയകാരിണീ വിമലജേ കാരുണ്യകർമാംബികേ, നൽപൂങ്കാലടികുമ്പിടുന്നതിനനിശം എന്നാറ്റുകാലീശ്വരീ ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഏകാദശ സ്കന്ധത്തിലെ 18ാമത്തെ അധ്യായമാണ് നാം അവലോകനം ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഈ അധ്യായത്തിലെ മധ്യാഹ്ന സന്ധ്യ ചെയ്യേണ്ട വിധികളെയാണ് നാരായണ ഋഷി പറഞ്ഞു കൊടുക്കുന്നത്. ഹേ നാരദ, ഇനി ശുഭപ്രദമായ മധ്യാഹ്ന സന്ധ്യയെ ഉപാസിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊള്ളുക. അത്യുത്തമമായ ഫലമുണ്ടാകും ഇത് ഉപാസിക്കുന്നത് കൊണ്ട്. നല്ല ശ്വേതവർണവും ത്രിലോചനയും വരതയും അക്ഷമാല വിഭൂഷിതയും ത്രിശൂലധാരിണിയും അഭയാസ്തയും വൃഷഭാരുടെയും യജുർവേദ സ്വരൂപിണിയും ഒക്കെ ആയിട്ടുള്ള മൂലപ്രകൃതിയെ ധ്യാനിച്ചിട്ട് ആചമനാദികളൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞ മാതിരി ചെയ്ത് അർഘ്യം നൽകി പുഷ്പങ്ങൾ കൊണ്ട് ദേവിയെ അർച്ചിക്കണം. പൂക്കൾ കിട്ടാനില്ലെങ്കിൽ ബില്വപത്രമിട്ട ജലത്താൽ സൂര്യനെ നോക്കിക്കൊണ്ട് മുകളിലേക്ക് അർഘ്യം നൽകുക. പ്രാതസന്ധ്യയ്ക്ക് ചെയ്തതുപോലെ സമാപനം വരെയുള്ളതെല്ലാം ഇതിനും ചെയ്യേണ്ടതുണ്ട്. തത് എന്ന് തുടങ്ങുന്ന ഗായത്രിയുടെ ഋക്ക് ചൊല്ലി മധ്യാഹ്ന സന്ധ്യയെ വന്ദിക്കുന്നുണ്ട്. അത് സാമ്പ്രദായികമായിട്ടുള്ള വിധിയല്ല. കാരണം മന്ദേഹന്മാരെന്ന രാക്ഷസന്മാര് 2 സന്ധ്യകളിലുമാണ് സൂര്യനെ ഭക്ഷിക്കാൻ പാഞ്ഞെടുക്കുന്നത്. അത് കാരണം അതിന് കാരണവും ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാരണത്താൽ ബ്രാഹ്മണൻ നിർബന്ധമായും സന്ധ്യ അനുഷ്ഠിക്കണം. പ്രണവത്തോടുകൂടിയ ഗായത്രി കൊണ്ട് 2 സന്ധ്യകളിലും പതിവായി അർഘ്യം കൊടുക്കണം. അങ്ങനെയല്ലാത്തത് ശ്രുതി വിരുദ്ധമാണ്. പൂക്കളമിട്ട ജലമോ പൂക്കളില്ലെങ്കിൽ ബില്വപത്രമോ ദുർവയോ ഇട്ട ജലം കൊണ്ട് സാംഗമായി അർഘ്യം നൽകാം. അതുകൊണ്ട് സന്ധ്യ ചെയ്ത ഫലം ലഭിക്കും. ഇനി ഞാൻ തർപ്പണത്തെ കുറിച്ച് പറഞ്ഞു തരാം. പുനർഭുവ പുരുഷം ദർപ്പയാമി നമോ നമഃ എന്ന് പുരുഷനെയും, യജുർവേദം ദർപ്പയാമി മണ്ഡലം ദർപ്പയാമി ഹിരണ്യഗർഭം ച തഥാന്തരാത്മാനം തഥൈവ ച സാവിത്രിം ച തഥോ വേദം മാതരം സാം കൃതിം തഥാ സന്ധ്യാം തഥൈവ യുവതിം രുദ്രാണീം നിമൃജാം തഥാ മുതലായിട്ടുള്ള എല്ലാവർക്കും ഇതാ തർപ്പണങ്ങൾ അർപ്പിക്കേണ്ടതാണ് എന്ന് പറയുക. പിന്നെ ഉദുത്യം എന്ന് തുടങ്ങുന്ന സൂക്തം കൊണ്ട് ചിത്രം ദേവാനാം ഉദഗാധനേകം ചക്ഷുർമിത്രസ്യ വരുണാസ്യാഗ്നേ മുതലായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് സൂര്യോപസ്ഥാനം ചെയ്യണം. ഗായത്രി ജപിക്കണം. എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പറയാം. കൈ പ്രഭാതത്തിൽ മലർത്തിയും വൈകിട്ട് കമഴ്ത്തിയും ഉച്ചയ്ക്ക് മാറോട് ചേർത്തും വെച്ചുകൊണ്ട് വേണം ഗായത്രി മന്ത്രം ജപിക്കാൻ. ജപിക്കുമ്പോൾ എണ്ണം കണക്കാക്കുന്നതിനായിട്ട് കരമാലാക്രമം സ്വീകരിക്കാം. മോതിരവിരലിന്റെ മധ്യം, മൂലം എന്നിങ്ങനെ തൊട്ടുകൊണ്ട് ചെറുവിരലും മധ്യവിരലും സ്പർശിച്ചുകൊണ്ട് ചൂണ്ടുവിരലിന്റെ മൂലത്തിലെത്തുന്നതിനെയാണ് കരമാലാക്രമം എന്ന് പറയുന്നത്. ഗോഹത്യ ചെയ്തവൻ, പിതൃഹത്യ ചെയ്തവൻ, മാതൃഹത്യ ചെയ്തവൻ, ഭ്രൂണഹത്യ ചെയ്തവൻ, ഗുരുപത്നി പ്രാപിച്ചവൻ, ബ്രഹ്മസ്വം ദേവസ്വം അപഹരിച്ചവൻ, മദ്യപാനം മുതലായവ ചെയ്യുന്ന ബ്രാഹ്മണൻ 1000 ഗായത്രി ജപിച്ചാൽ പരിശുദ്ധനായിത്തീരും. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ വിഷയ ഇന്ദ്രിയ സംയമം കൊണ്ട് 3 ജന്മങ്ങളിൽ എന്തെല്ലാം പാപം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഗായത്രി ജപം കൊണ്ട് നശിക്കും.
ഗായത്രി അറിയാത്തവന്റെ സകല പരിശ്രമവും വെറുതെയാണ്. 4 വേദവും ചൊല്ലുന്ന ഫലമുണ്ട് ഗായത്രി ജപിച്ചതുകൊണ്ട്. വേദം 4 ആവർത്തിച്ചൊല്ലുന്നതിനേക്കാൾ ഉത്തമമാണ് ഗായത്രി ജപം. ഇങ്ങനെ മധ്യാഹ്ന സന്ധ്യാവിധിയെക്കുറിച്ച് ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ബ്രഹ്മയജ്ഞ വിധിക്രമത്തെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ 19ാമത്തെ അധ്യായം പരിസമാപിക്കണു. അടുത്ത അധ്യായത്തിലെ ബ്രഹ്മയജ്ഞത്തിനെ കുറിച്ച് പറയണു. അത് നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം.